ഓട്ടോഫാജി എന്നാണ് ഈ ജൈവിക പ്രക്രിയ അറിയപ്പെടുന്നത്. കോശങ്ങളെ സ്വയം വൃത്തിയാക്കുന്ന ഒരു സംവിധാനമാണിത്. ഓട്ടോഫാജി, ഗ്രീക്ക് പദങ്ങളായ ഓട്ടോ സ്വയം, ഫാജി ഭക്ഷിക്കൽ എന്നിവയിൽ നിന്ന് എന്നത് കേടായ കോശഘടകങ്ങളെ കോശങ്ങൾ തന്നെ വിഘടിപ്പിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഉപവാസം അല്ലെങ്കിൽ കലോറി നിയന്ത്രിക്കുമ്പോൾ ഈ പ്രക്രിയ കൂടുതൽ സജീവമാകും. കാരണം ശരീരം വിഭവങ്ങൾ സംരക്ഷിക്കുകയും ഊർജ്ജ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഇടവിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ ദീർഘനേരമുള്ള ഉപവാസം പോലുള്ള സമയങ്ങളിൽ ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഓട്ടോഫാജി വർദ്ധിക്കുന്നു. ഇത് താഴെ പറയുന്നവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പ്രവർത്തനരഹിതമായ മൈറ്റോകോൺഡ്രിയ, ഒത്തുചേർന്ന പ്രോട്ടീനുകൾ, രോഗകാരികൾ, വാർദ്ധക്യം വന്ന കോശങ്ങൾ. ഇത് താഴെ പറയുന്ന ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു, വീക്കം കുറയ്ക്കുന്നു, മെറ്റബോളിക് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ശരീരത്തിന്റെ ആരോഗ്യത്തിലും രോഗങ്ങളിലും ഓട്ടോഫാജിക്കുള്ള നിർണായക പങ്ക് 2016 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനം നേടിയ ഡോ. യോഷിനോറി ഓസുമിയുടെ മികച്ച ഗവേഷണങ്ങൾ സ്ഥിരീകരിച്ചു. കൂടുതൽ പുതിയ പഠനങ്ങൾ, പ്രത്യേകിച്ച് വാർദ്ധക്യവും ഉപവാസത്തെ അനുകരിക്കുന്ന ഭക്ഷണരീതികളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതിന്റെ സാധ്യതകൾ തുടർന്നും കണ്ടെത്തുന്നു.